അങ്ങനെ നമ്മുടെ സുഭാഷേട്ടനോട് പറയണ്ടേ, ഏട്ടാ ഞാൻ ഗായത്രിയെ കുറച്ച് നേരം ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞ് അവളെ മനസ്സിലാക്കി വിട്ടോളാം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത്, എന്നാൽ നീ എന്താച്ച ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളും വീടിൻ്റെ ബാക്കിലേക്ക് പോയി സംസാരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ഹരീഷിനോടും നികേഷിനോടും പറയുന്നത്, നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ പണി നോക്കി പോവുക, അല്ലാതെ ഇവൻ്റെ പിന്നിൽ നിന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല, അവൻ എന്താച്ച ചെയ്യട്ടെ എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ടിട്ട്. എന്നാൽ നമ്മുടെ നികേഷും ഹരീഷും പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ സുധീഷ് ഗായത്രിയോട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗായത്രി പറയുന്നുണ്ട്, എന്തുകൊണ്ടപ്പോൾ എന്നോട് ഒഴിഞ്ഞു മാറണം, ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇന്നലെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ മുതലാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം, എന്താ പറ്റിയ സുധീഷ്, എന്താ എന്നെ കാണാൻ ചന്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് അവന് കല്യാണം കഴിഞ്ഞത് മാത്രം പറയില്ല. അത് പറയാത്തപ്പോൾ നമ്മുടെ സുഭാഷേട്ടൻ കയറി വന്ന ഇടയിൽ പറയുന്നുണ്ട്, മോളെ നീ ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ഇവനെ പ്രേമിച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ്റെ കല്യാണം കഴിഞ്ഞതാന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗായത്രി പറയുന്നുണ്ട്, ഇത്രയും ദിവസം സംസാരിച്ചിട്ട് എന്നോട് കല്യാണം കഴിഞ്ഞ വിവരം മാത്രം പറഞ്ഞില്ല സുഭാഷേട്ടാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വല്ലാതെ വിഷമിച്ച് കരഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഭാസ്കരൻ പുറത്തിരിക്കുന്നുണ്ട്. ഭാസ്കരൻ പറഞ്ഞിട്ട്, വരുമ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ വന്നിരുന്നത്, ഇപ്പം എന്താ ഈ കുട്ടി പോകുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആ പെൺകുട്ടി പോയ ശേഷം നമ്മുടെ സുഭാഷേട്ടൻ സുധീഷിനോട് പറയണ്ട, ഏടാ ആ പെൺകുട്ടി പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരതിന് മറുപടി പറയാം, നീ ഇതൊന്നും ആലോചിക്കാതെ എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയുടെ പിന്നിൽ നടക്കേണ്ട, നീ ഒന്നും കേൾക്കില്ല, ഞാൻ പോയോക്കട്ടെ ആ പെൺകുട്ടി എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ബാക്കിൽ നമ്മുടെ സുഭാഷേട്ടനും പോകുന്നുണ്ട്. സുഭാഷേട്ടൻ മോളെ നിൽക്ക്, ഗായത്രി നിൽക്കുന്ന് പറയുന്നുണ്ട്. ഗായത്രി ആണെങ്കിൽ നിൽക്കാതെ പോകുന്നുണ്ട്. അവസാനം ഗായത്രി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് പറയാം മോളെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഗായത്രി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ച് കരണ്ട്. ആ സമയത്ത് ഗായത്രിയോട് പറയുന്നത് നമ്മുടെ സുഭാഷേട്ടൻ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കാം, നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ഓട്ടോ വിളിച്ചിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നുണ്ട്. നമ്മുടെ സുധീഷും ബാക്കിൽ തിരഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും കാണാനില്ല. എന്തായാലും നമ്മുടെ സുധീഷ് നേരെ ചെല്ലണതോ നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. എന്നിട്ട് ഹരീഷിനോട് ഒരുപാട് വിഷമം പറയുന്നുണ്ട്, എന്താടാ ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഹരീഷ് പറയുന്നത്, ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, പിന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ നീതു അങ്ങോട്ട് കയറി വരുന്നത്. എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് പറയുന്നത്. ആ സമയത്ത് ഹരീഷ് പറയുന്നത്, ഒന്നുമില്ല, അത് വേറെ കാര്യമാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നീതു സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടുകാരാണോ നിധിയാണോ വലുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ചൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പറയും, ഇതിനെന്താ അത്ര ആലോചിക്കുകയല്ല, ഞാൻ നിധീനെ തന്നെ പറയുള്ളൂ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നീതു പറയുന്നുണ്ട്, കണ്ടോ സുധീഷേട്ടൻ പറയണത് നിധീനെ തന്നെ പറയുള്ളൂ, നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ ആരെ പറഞ്ഞ വീട്ടുകാരെ പറയുള്ളൂ, എന്നെ എല്ലാം പറയാമെന്നല്ലേ പറഞ്ഞ നീ, ഇപ്പം കണ്ടോ അതാണെന്ന് പറയുമ്പോൾ. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നത്, അതിന് എൻ്റെ പേര് ഹരീഷാണ്, അവൻ്റെ പേര് സുധീഷ്, അവൻ പറയണത് ഞാൻ പറഞ്ഞോളന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീതുവിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ആ സമയത്ത് വീണ്ടും നമ്മുടെ സുധീഷിൻ്റെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് അവിടേക്ക് ഒറ്റയ്ക്ക് പോയിട്ടൊന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് വന്ന് ചോദിക്കേണ്ടത്, ആരാളാ ചോദിക്കേണ്ടത്, ഇത് കസ്റ്റമർ കെയർ എന്നാൽ ഞാൻ വിചാരിച്ചു അവളാണെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത്. എന്തായാലും നീ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഇരിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഹരീഷ് സുധീഷിനോട്. എന്തായാലും സുധീഷ് വീട്ടിൽ പോയിരിക്കുന്നുണ്ട്. ഹരീഷും ബാക്കിൽ വരുന്നുണ്ട്. നമ്മുടെ നീതു ആണെങ്കിലും തെറ്റിയിട്ടും പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഗായത്രിയുടെ ഫ്രണ്ട്സ് രണ്ടാളും വീണ്ടും കയറി വരുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ വീട്ടിലേക്ക്. ആ സമയത്ത് സുധീഷേട്ടാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുന്നത്, ഞാൻ പോയി നോക്കാം എന്താണെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പോയി നോക്കുന്ന സമയത്ത്, എവിടെയാണ് സുധീഷേട്ടൻ, ഞങ്ങൾക്ക് അവരോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയുന്നത്. എന്തായാലും സുഭാഷേട്ടൻ സുധീഷെന്ന് വിളിക്കേണ്ട. ആ സമയത്ത് സുധീഷ് വരുന്നുണ്ട്. അപ്പോൾ നിധി ഉണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ. എന്തായാലും നിധി കേൾക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സുധീഷ് പതുക്കെ പറയാൻ പറയുന്നുണ്ട് ആ ചെക്കന്മാരോട്. എന്താ പറയുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആ ചെക്കന്മാർ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം ഗായത്രി ആണെങ്കിൽ റൂം അടച്ച് വാതിൽ തുറക്കുന്നില്ല, നിങ്ങളൊന്ന് വന്ന് തുറന്ന് തരാൻ പറയൂ എന്നൊക്കെ, നിങ്ങൾ വന്നാലേ അവൾ തുറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, എടാ വാതിൽ തുറക്കണില്ലെങ്കിൽ ഒരു കാർപ്പൻറ്ററെ വിളിക്കുക, അല്ലാതെ ഇവിടെ വന്ന് വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ അവളോട് പ്രേമത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അവളായി തെറ്റിദ്ധരിച്ചിരിക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഹരീഷ് വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിൻ്റെ ഗായത്രി ആ റൂമിൻ്റെ ഉള്ളിൽ കടന്ന് ഉറങ്ങുമായിരിക്കും, അവൾ കുറച്ച് കഴിഞ്ഞാൽ തുറന്നോളും, അല്ലാതെ അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, ഇപ്പം നിങ്ങൾ സമാധാനമായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളെയും പറഞ്ഞയക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ വീണ്ടും നമ്മുടെ സുധീഷിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത്, അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമല്ലേ ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു സുഭാഷേട്ടൻ, എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറഞ്ഞു, പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, നിധി അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ കല്യാണം എവിടെ കഴിഞ്ഞത്, ഞങ്ങളുടെ കല്യാണം ഫേക്ക് ആയിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്, അല്ലെങ്കിൽ ചോദിച്ചു നോക്കും നീതിയോട്, നീതി പറയട്ടെ ഞങ്ങളുടെ കല്യാണം ഒറിജിനൽ ആയിരുന്നു എന്നാൽ ഞാൻ ഇപ്പം നിങ്ങളെയും കൂട്ടിയിട്ട് പോയിട്ട് പറയാം ഇതാണ് എൻ്റെ പെണ്ണെന്ന് ഞാൻ പറയാമെന്ന് പറയാം. ആ സമയത്ത് നീതി പറയണ്ടേ, നമ്മുടെ കല്യാണം ഫേക്കല്ലേ, നമ്മളെ കല്യാണം ഒറിജിനല്ല, സുഭാഷേട്ടൻ എന്തിനാ അങ്ങനെ പറയാൻ പോയേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന്, ഞങ്ങളിപ്പോൾ ഡൈവേഴ്സിന് കാത്ത് നിൽക്കുകയല്ല. എന്തായാലും സുധീഷ് അവൾ ഗായത്രിയോട് പോയി പറയുകൊണ്ട് നമ്മളെ കല്യാണം ഫേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാൾ ഡൈവേഴ്സിന് നിൽക്കുകയാണെന്ന് പറഞ്ഞോളൂ, എന്നിട്ട് വീണ്ടും നിങ്ങൾ ഗായത്രിയെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. കാരണം അവൻ ഇങ്ങനെയല്ല നീതിയുടെ ഇരുന്ന് പ്രതീക്ഷിച്ച്, നീതിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിഷമം
വിഷമാവുമെന്ന് മാത്രമാണ് അവൻ വിചാരിച്ചത്. പക്ഷേ നിധിക്ക് ഒരു വിഷമമില്ല, അവൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.